കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് തിരുമലക്കോവിലാണ്. കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അതായത് തെങ്കാശിയോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്തെ ക്ഷേത്രമാണ് തിരുമലൈക്കോവിൽ. മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൽ പോവുകയുണ്ടായി. ഈ ക്ഷേത്രത്തിൽ നിരവധി മലയാളികളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ ഒരു വിനോദസഞ്ചാര മേഖല കൂടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവിധ മതത്തിൽപ്പെട്ട ആളുകളും ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ഒരു പ്രത്യേക വൈബാണ്. അതായത് പളനി മാതിരി ഒരു ക്ഷേത്രമാണിത്. ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുരുകക്ഷേത്രമാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, നിരവധി പ്രാവശ്യം നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത്, അതായത് ക്ഷേത്രത്തിൽ മുൻവശത്ത് കയറുമ്പം തന്നെ ഇടതുവശത്ത് വലിയൊരു ഷട്ടർ ഇട്ട ഒരു ചെറിയ കെട്ടിടം കാണാം. ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണരഥം ഉണ്ട് എന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. കാണാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ വന്നെങ്കിലും ഈ സ്വർണ്ണരഥം കാണാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് പൊങ്കൽ ദിവസമാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ഒരു വലിയ ഭാഗ്യം മാതിരി ഞങ്ങൾക്ക് ഈ സ്വർണ്ണരഥം കാണാനും ആ സ്വർണ്ണരഥം പ്രദക്ഷിണം വെക്കുന്നതും കാണാനും സാധിച്ചു. ചില വിശേഷ ദിവസങ്ങളിൽ, അതായത് നമ്മുടെ മലയാള മാസം 1 എന്ന് പറയുന്നത് അവർക്കും കഴിഞ്ഞ ദിവസം മകരമാസം 1 അങ്ങനെയുള്ള 1-ാം തീയതികളിൽ ഈ രഥം പുറത്തിറക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രത്യേക വിശേഷ ദിവസങ്ങളിലും ഈ രഥം പുറത്തിറക്കാറുണ്ട്. ഈ സമയങ്ങളിലൊന്നും നമ്മളിവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്കിത് കാണാൻ പറ്റാതെ പോയത്. അത് കഴിഞ്ഞ പൊങ്കൽ ദിവസം ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഈ രഥം കാണാൻ സാധിച്ചു. അതെങ്ങനെയെന്ന് വെച്ചാൽ, പൊങ്കലിൻ്റെ വിശേഷമായി ഒരു കുടുംബം നടത്തുന്ന പ്രത്യേക ഒരു പൂജയാണ് ഈ രഥ പ്രദക്ഷിണം. ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടി അതാണ്. നമ്മൾ 5000 രൂപ അടച്ച് രസീത് അടച്ചാൽ നമുക്ക് ഈ രഥപ്രദക്ഷിണം എന്ന് പറയുന്ന ഒരു പ്രത്യേക പൂജ നടത്താൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് കാണാം, സ്വർണ്ണരഥമാണിത്. ഈ സ്വർണ്ണരഥത്തിൽ 2 വെള്ളിക്കുതിരകളാണുള്ളത്. ഈ 2 വെള്ളിക്കുതിരകളെ തെളിക്കുന്നത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിൻ്റെ രൂപമാണ് ഈ കുതിരകളെ തെളിക്കുന്നതായി നമുക്ക് ഈ രഥത്തിൽ കാണാൻ സാധിക്കുന്നത്. വെള്ളി കുതിരകൾ ഒഴിച്ചാൽ ബാക്കി മൊത്തം സ്വർണ്ണത്തിൽ തീർത്തതാണ് ഈ രഥം. ഈ രഥത്തിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ പൂജാരി മുരുകൻ്റെ ബിംബം രഥത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അതിപ്പോൾ അവിടെ വെച്ച് കെട്ടുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന് ശേഷം ഈ കുടുംബം, അതായത് ഇന്ന് പൂജയ്ക്കായി പൈസ അടച്ച, ഇന്ന് എന്തായാലും പൊങ്കലായ ദിവസം, ഇന്ന് ക്ഷേത്രം ഈ രഥം പുറത്തിറക്കുന്ന ദിവസം തന്നെയായിരുന്നു. ഇന്ന് ഈ ഒരു കുടുംബമാണ് പണമടച്ച് ഈ രഥപ്രദക്ഷിണം നേർച്ചയായി സമർപ്പിക്കുന്നത്. അപ്പോൾ അവരെയാണ് ഈ മാലയൊക്കെ ഇട്ട് രഥത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇവർ രഥം ഇവിടുന്ന് ഇറക്കാൻ പോവുകയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് കടക്കാം.
അങ്ങനെ നമ്മൾ രഥപ്രദക്ഷിണം കണ്ടു. രഥത്തിനകത്ത് മുരുകൻ്റെ വിഗ്രഹം വെച്ച് ഒരു കുടുംബം, അതായത് ഇന്നത്തെ പൂജ നടത്തുന്ന കുടുംബം, ആ രഥം ഈ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, വലിയൊരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം. അത് പളനിയിലെ പോലെ തന്നെ വലിയൊരു മലയുടെ മുകളിലാണ് ഈ തിരുമലക്കോവിൽ എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പളനിയിലെ പോലെ തന്നെ, പളനിയിൽ നമുക്കറിയാം 1001 പടികളുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇവിടെ 1001 എന്ന് തോന്നുന്നില്ല, എങ്കിലും താഴെ നിന്നും മുകളിലേക്ക് എത്താൻ ഒരുപാട് പടികളുണ്ട്. അതുകൂടാതെ വാഹനം, ക്ഷേത്രത്തിന് സമീപം വാഹനം എത്തുന്ന സൗകര്യവുമുണ്ട്. താഴെ നമ്മൾ വരുന്ന പ്രൈവറ്റ് വാഹനമാണ് എങ്കിൽ പണമടച്ചാൽ വാഹനം ഉള്ളിലേക്ക് കടത്തിവിടും, നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ, അതായത് ഒരു 3 മണിക്ക് ശേഷം വെയിലൊക്കെ താന്നിട്ട് ഒരു വൈകിട്ട് 3 മണിയോടുകൂടി വേണം നമ്മളിവിടെ വരാൻ. എങ്കിൽ ആ ഒരു പ്രത്യേക വൈബ് നമുക്ക് മനസ്സിലാവും. നല്ല കാറ്റും, തണുത്ത കാറ്റും, അതോടൊപ്പം തന്നെ ഇതിന് മുകളിൽ നിന്ന് വളരെ ദൂരത്ത് വരെയുള്ള ഗ്രാമങ്ങൾ നമുക്ക് പകലിൽ വന്നാൽ കാണാൻ സാധിക്കും. രാത്രിയിലാണെങ്കിൽ ആ ഗ്രാമങ്ങളിലെ വീടുകളിലും സ്ട്രീറ്റ് ലൈറ്റും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കും ഒരു വലിയ ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് മലയാളികൾ, വിവിധ മതത്തിൽപ്പെട്ട ഒരുപാട് മലയാളികൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. ഞങ്ങളും നിരവധി തവണ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും സ്വർണ്ണരഥം കാണാൻ സാധിച്ചത് ആദ്യമായാണ്. എല്ലാവരും ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച ഈ രഥഘോഷയാത്ര കണ്ടു കാണും. ഈ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ കേരള പ്രൈം ടുഡേക്ക് വളരെയേറെ സന്തോഷം.